ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് കോവയ്ക്ക് വെച്ചിട്ടുള്ള നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക് ഞാൻ ദേ കഴുകി ക്ലീൻ ചെയ്ത് നാലായിട്ട് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 4-5 ചെറിയുള്ളി വെളുത്തുള്ളിയാണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക. പിന്നെ 2 പച്ചമുളകും നടുകെ കീറി വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ പുളി നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വഴറ്റാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഞാൻ പച്ച കപ്പലണ്ടിയാണ്, അപ്പോൾ കാരണം കൊണ്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4-5 കാഷ്നട്ട്, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അളവുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കപ്പലണ്ടി പച്ചയായ കാരണം കൊണ്ടാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവുള്ള വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ മസാലയൊക്കെ വഴറ്റുന്ന സമയത്ത് പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഫ്ലേവർ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ മല്ലി എടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ആ തേങ്ങയുടെ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതി. നമ്മൾ ശരിക്കും തീയിൽ നിന്ന് വറുത്തെടുക്കേണ്ട പോലെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒത്തിരി തേങ്ങ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം കപ്പലണ്ടിയും കാഷ്നട്ടൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി ചട്ടിയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ടൊന്ന് ചട്ടി ഒന്ന് തുടച്ചെടുത്ത് ഇതിലേക്ക് വീണ്ടും നമുക്കൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നാടൻ റെസിപ്പി അല്ല, അത് ശരിക്കും ഒരു സൗത്ത് ഇന്ത്യൻ തമിഴ്നാട് റെസിപ്പിയാണ് കേട്ടോ. പിന്നെ കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നമുക്ക് ഇത് വട്ടത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല. നിങ്ങൾ നീളത്തിൽ അരിഞ്ഞാലും എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒപ്പം തന്നെ ഞാൻ ഒരു കണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ വെളുത്തുള്ളിയുടെ ആ റോട്ട് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളിയുടെ കളറൊന്നും ചേഞ്ച് ചെയ്ത് വരണമെന്നില്ല, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഈ കോവയ്ക്ക ഈ എണ്ണയിലൊന്ന് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കോവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്കിലേ കോവയ്ക്കയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണമെന്നൊന്നുമില്ല. ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കോവയ്ക്ക നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കപ്പലണ്ടിയും ഇതിലൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കണം. അല്ലെങ്കിൽ അരഞ്ഞു വരുമ്പോൾ നല്ല കട്ടി പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇതേപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇപ്പോൾ കോവയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കോവയ്ക്കയുടെ കളറൊക്കെ മാറി ചെറുതായിട്ട് തോലൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് എരിവിന് അല്ല, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒത്തിരി തക്കാളി ഉപയോഗിക്കുന്നില്ല. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പിന്നെ നിങ്ങൾ വാളംപുളി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി മാത്രം ഉപയോഗിച്ചാലും മതി.
അപ്പോൾ ഞാൻ പുളി കുറവുള്ള ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ വാളംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രമേ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ പച്ചക്കറികൾക്ക് ഒരുപാട് പുളി ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ടേസ്റ്റ് പോലെ നിങ്ങൾക്ക് പുളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ വളരെ കുറവേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നല്ല കട്ടിയുള്ള ഒരു അരപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവി പോരാ, കുറച്ചും കൂടി ഗ്രേവി ഒന്ന് ലൂസാക്കണം. കാരണം ഈ കോവയ്ക്ക് ഇനി നന്നായിട്ടൊന്ന് വേവണം. പിന്നെ നമ്മൾ കാഷ്നട്ടൊക്കെ അരച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടണം. നമ്മുടെ മല്ലിയുടെയും ഒക്കെ ആ ഒരു മണം മാറിക്കിട്ടണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത കാരണം കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കറി നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് തിളച്ചിനി ഒന്ന് കുറുകി വറ്റി വരും. അപ്പോഴാണ് ആ മല്ലിയുടെ ഒക്കെ ആ ഒരു റോ സ്മെല്ല് മാറി, പിന്നെ ആ കപ്പലിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ മാറി നല്ല കറിയായിട്ട് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് അത്രയും മതി. കാരണം കോവയ്ക്ക് ഓൾറെഡി ഒരു പകുതി വേവായിട്ടുണ്ട്, നമ്മൾ വഴറ്റിയെടുത്തതിൽ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ടുള്ള ആ ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പിന്നെ ആ ഗ്രേവിയൊക്കെ നല്ലൊരു ടേസ്റ്റിൽ വരണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് കറിയൊക്കെ നല്ല കുറുകി നന്നായിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന കണ്ടില്ലേ, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല കുറുകിയ ചാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെയൊന്നുമല്ല, അല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിനാണ് ഉപ്പൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് പിന്നെ ഇരുന്ന് കുറുകും, ഈ കറി ഒന്ന് ഇരുന്ന് കുറുകും. അപ്പോൾ കാരണം കൊണ്ട് നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കാം. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും കണ്ടില്ല, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറി നല്ല തിക്കായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും പിന്നെ നമ്മളുടെ ജസ്റ്റ് ജീര റൈസ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.